ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. പിന്നെ ഇന്ന് സ്കൂളും മദ്രസയെല്ലാം മക്കൾക്ക് ലീവായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് കേട്ടോ ഇപ്പോൾ എണീച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ 10-ന് ചൂടാണ്ട മാവിലൊന്ന് കുഴച്ച് വെച്ച ശേഷം പിന്നെ കറിക്കുള്ള പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല നങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നങ്ക് മുളയിലിട്ട് വെക്കാമെന്ന് കരുതി. ഇപ്പോൾ മക്കൾക്കെല്ലാം സ്കൂള് ലീവല്ലേ, ഇപ്പോൾ മദ്രസും 2-3 ദിവസം ലീവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും അല്ലേ. എനിക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഉസ്താദ് ശനിയാഴ്ചയും ഞായറാഴ്ച ലീവിലെ കാര്യം വെള്ളിയാഴ്ച വൈകുന്നേരം കേട്ടോ പറഞ്ഞത്, ഒരു മഗ്‌രിബിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിൽ പോക്ക് നടന്നിട്ടില്ല കേട്ടോ. കാരണം കുറച്ച് ദൂരമുണ്ട്, പിന്നെ മക്കളെയും കൂടി പെട്ടെന്ന് പോകാനും പറ്റില്ല. പിന്നെ ശനിയാഴ്ച പോയാൽ ഞായറാഴ്ച വൈകുന്നേരം തന്നെ തിരിച്ചും വരണം. തിങ്കളാഴ്ച മദ്രസ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം പോയിട്ട് അടിച്ച് പൊളിക്കേട്ടാ പുറക്കുന്ന്. അപ്പം കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവയും അതുപോലെ തന്നെ കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഉള്ളിയിട്ട് വറ്റുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മുളക് കറി തന്നെ കേട്ടോ, കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. കുറച്ച് നാൾ വീഡിയോ ഇടാതെ കൊണ്ട് തന്നെ വ്യൂവേഴ്സ് ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ. കാരണം ഞാൻ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഉമ്മ അഡ്മിറ്റ് ആയിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. കാരണം ഉമ്മാൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിന്, കുറച്ച് ഗ്യാപ്പ് വന്നല്ലേ നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളും കുറവുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാൻ ഇത്തിരി മടിയും കൂടിയുണ്ട്. രാവിലെ ഇപ്പം സ്കൂൾ മദ്രസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിസ്കാരമെല്ലാം പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം കുറച്ച് നേരം കിടക്കൂട്ടാ. പിന്നെ കുറച്ച് ലേറ്റായിട്ട് എണീക്കും. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചടപടയെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഞാനങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ നങ്ക് മുളയിലിട്ട് പിന്നെ 10-ൽ ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടാ. അപ്പോഴത്തേക്കും മോനെ എണീച്ചിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ മോനെയും കൊണ്ട് തന്നെ ഞാൻ 10-ലെല്ലാം ചുട്ടിയിട്ടാണ്. മോനെ കുറച്ച് അടുത്തായിട്ട് തന്നെ ഇരുത്തിയിട്ട് ഞാൻ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ദോശ പിന്നെ 10-ൽ അതിലുണ്ടാക്കൽ ഭയങ്കര സിമ്പിളാണല്ലേ. ദോശ അരച്ച് വെച്ചാൽ നമുക്കത് രാവിലെ രാത്രി പൊടിക്കണ്ട. അതുപോലെ തന്നെ 10-ൽ പൊടിച്ച് വെച്ചാൽ നമുക്കത് പൊടിക്കേ വേണ്ട, ഏത് സമയത്തും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാനും കഴിയും. അങ്ങനെ രാവിലെ തന്നെ കറിയും 10-ലും ഉണ്ടാക്കി. അപ്പോൾ ഇനി ചായ കുടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് മോനെ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തായിട്ട് തന്നെ ഞാനുണ്ട്. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. മക്കൾ ചെറുതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സമയം കുറച്ച് ലേറ്റ് ആവും. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ താമസം പിടിക്കും. അങ്ങനെ ചായ അടുപ്പിൽ വെച്ചിട്ടാണ്. പിന്നെ മോന് മീൻ കറി കൂട്ടിയില്ല. അപ്പം ഞാൻ മോനിക്ക് 2 പുൽസ അടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പുൽസ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം പുൽസ കൂട്ടി 10-ൽ തിന്നോളും. അപ്പം വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചാൽ മുട്ടയും കൂട്ടിയിട്ട് കഴിക്കും. അപ്പം അങ്ങനെ ഞാൻ മോനിക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും മക്കളും പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ചെറിയ മോന് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മുഴുവനായിട്ട് കഴിക്കലൊന്നുമില്ല, പകുതി താഴെ ആയിരിക്കും. എന്നാലും ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ മോനിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കും, കാരണം കൈകൊണ്ട് ഇപ്പോഴേ തിന്ന് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട്. മുഴുവനായിട്ടൊന്നും കഴിക്കൂല, പകുതി താഴെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ മക്കൾ കൂടെ ഇരുന്നിട്ട് ചായ കുടിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് കിച്ചണിലേക്ക് തന്നെ വന്ന് പിന്നെ ചോറിനുള്ള വെള്ളം വെക്കാനുണ്ടായിന്. അങ്ങനെ പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ച് അപ്പോഴത്തേക്ക് ഞാൻ അരിയെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും കൂടി ആയിട്ട് വേണം ബാക്കിയുള്ള പണി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വെള്ളം തിളക്കുന്ന ആകുമ്പോഴത്തേക്ക് അരി പെട്ടെന്ന് കഴുകി ഇട്ടിട്ട് പിന്നെ അത് റൈസ് കുക്കർ 2 തിളച്ച ശേഷം റൈസ് കുക്കറിൽ ഇട്ട് വെക്കാനല്ലോ. ബാക്കി അങ്ങനെ ഇട്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ മക്കളെയും കൂടി നോക്കിക്കൊണ്ടും പിന്നെ പണിയെടുത്തുകൊണ്ടും അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്.
ചെറിയ ചെമ്പ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിച്ചേക്കല്ല കേട്ടോ. കാരണം കുറച്ച് ആളേ ഇല്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ വേസ്റ്റ് ആക്കി കളി അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ആ ചെറിയ ചെമ്പ് കിട്ടാം. പിന്നെ നമ്മൾ അത്ര പേരേ ഇല്ല, ഒരു മൂന്നാൾക്ക് വേണ്ടിയിട്ട് പിന്നെ വലിയ ചെമ്പ് വെച്ചിട്ട് നല്ലോണം ചോറ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ നമ്മൾ ചോറ് കഴിക്കൂ. പിന്നെ രാത്രി അധികം പത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളത്തിന് ഞാൻ അടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ തീപ്പെട്ടി ഉണ്ടായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്യാസിൽ നിന്ന് തീ എടുത്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പം പിന്നെ അങ്ങനെ മക്കൾക്ക് ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ കുളിപ്പിക്കൽ. കാരണം ഇപ്പോൾ ഭയങ്കര തണുപ്പല്ലേ. പിന്നെ മക്കൾ പൊതുവേ ചൂടുവെള്ളത്തിൽ ഭയങ്കര കുളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എൻ്റെ എല്ലാ പണി കഴിയുമ്പോഴത്തേക്കും ഇത് ചൂടാകും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് മോനെ തിന്നാൻ കൊടുത്തിട്ട് ഉറക്കാനെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിനുള്ള തീ കത്തിച്ചിട്ട് അങ്ങനെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മക്കൾക്ക് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്. കാരണം ചെറിയ മോന് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ കുറച്ച് നേരം ഫുള്ളായിട്ട് തിന്നില്ലൊന്നുമില്ല, കുറച്ച് നേരം അതും കൊണ്ട് കുറച്ച് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ മോനിക്ക് തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കൽ. അപ്പം ഞാനങ്ങനെ തൊലി കളഞ്ഞിട്ട് മോനിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലക്കാനുണ്ടായിനി. അപ്പം അലക്കാനും കൂടി പെട്ടെന്ന് ഇട്ടാൽ വെയിൽ പോകുമ്പോഴത്തേക്കും ഇത് വാഷിംഗ് മെഷീന് അലക്കി ആയാൽ നമുക്ക് പെട്ടെന്ന് ആർത്തിടാമല്ലോ. പിന്നെ ഞാൻ ഉള്ളിലേക്ക് തന്നെ വന്നിട്ട് അപ്പോഴത്തേക്കും ചോറ് തിളച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ പിന്നെ റൈസ് കുക്കറിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ മോനിക്ക് കൊടുത്തതിൻ്റെ ഫുള്ള് ചായയെല്ലാം നിലത്ത് മറിച്ചിട്ടുണ്ട്. അപ്പം പാത്രം കൂടി കഴുകാനുണ്ട്. ടേബിളാകെ കച്ചറായിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാത്രമെല്ലാം ഒന്ന് നീക്കിയിട്ട് ടേബിളെല്ലാം ഒന്ന് നല്ല വൃത്തിക്ക് തുടച്ചെടുത്തു കേട്ടോ. എനിക്ക് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടണം. ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴുകിയ പാത്രം ഉണ്ടായിനി. ഇപ്പോൾ അതെല്ലാം ഞാൻ എടുത്തെടുത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിയ പാത്രമെല്ലാം എടുത്ത് വെച്ച് ഇനി ഗ്യാസ് അടുപ്പും എല്ലാ സൈഡത്തെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. ഗ്യാസ് സ്റ്റവ് എപ്പോഴും ഡെയിലി തുടക്കുന്നത് കൊണ്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ അതുമാത്രമല്ല, എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് ചായ മറിയും, അല്ലെങ്കിൽ ചോറ് തിളക്കുമ്പം ആ ഒരു വെള്ളം ഇറ്റും, അത് അപ്പോൾ ഫുള്ള് കച്ചറ. അപ്പോൾ തുടക്കാണ്ട് വെച്ചാൽ അങ്ങനെ പറ്റി പിടിച്ച മാതിരി നമുക്ക് തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലീൻ ആക്കുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഒരുപാട് രാവിലത്തെ ചായ കുടിച്ച പാത്രമെല്ലാം ഒരുപാടുണ്ട്. കാരണം പാത്രം കൂടുന്നല്ലാണ്ട് ഒരിക്കലും കുറയില്ല. അപ്പോൾ അങ്ങനെ സിങ്ക് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ചായയുടെയും പിന്നെ ഉച്ചക്കുള്ള കറിക്കുള്ളതും എല്ലാം അരിഞ്ഞതും പിന്നെ വെച്ചതുമായ കുറേ പാത്രമുണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം കഴിയാലും തീരാത്ത ഒന്നേ ഉള്ളൂടെ അത് പാത്രം കഴിയുന്തോറും പിന്നെയും കൂടുന്നു. കുട്ടികളുടെ വീട്ടിൽ പറയേ വേണ്ട, എന്തായാലും കൂടും. കഴിയുന്തോറും സിങ്കിൻ്റെ അവിടെ പിന്നെയും പാത്രം വന്നുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം മോനും കൂടി കരിയുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ മോനും കൂടി തട്ടിയിട്ട് തന്നെ ബാക്കിയുള്ള പാത്രമെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് നടു നിവർത്തി. കാരണം കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടിട്ട് അപ്പോൾ ഞാൻ പിന്നെ കുറേ നാളെ ചെടിക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കലുണ്ട്. അപ്പം ഇപ്പോൾ 2-3 ദിവസത്തിൽ മേലെ ആയിട്ടാണ് വെള്ളം ഒഴിക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെടീനെല്ലാം ഒന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ച് വെച്ചാൽ ഇത് വാടാണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ സൈഡും ഞാൻ സ്റ്റെപ്പിൻ്റെ സൈഡെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കിയ തുണി കുറച്ച് മടക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് മടക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടാട്ടോ. കാരണം ഇന്നലെ മടക്കാൻ കഴിയുമ്പോൾ മോന് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ട് പിന്നെ എനിക്ക് അത് സമയം കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. കാരണം ഇനിയും ചിലപ്പോൾ ഇന്നത്തതും കൂടി ആവുമ്പോൾ ഒരു കുന്നോളാവും, പിന്നെ ഒരു മടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം മടക്കി വെച്ചിട്ടാണ് കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം പണിയെല്ലാം ഒന്ന് തീർക്കുന്നുണ്ട്. എപ്പോഴാണ് മോന് വാശി പിടിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയ ശേഷം പിന്നെ ഞാൻ ഉള്ളെല്ലാം ഒന്ന് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം എത്ര പ്രാവശ്യം അടിച്ച് വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കാരണം കളിപ്പാട്ടെല്ലാം എടുത്ത് വെച്ചാൽ പിന്നെയും അത് എന്താ പറയൽ എല്ലാം വാരി വലിച്ചിടും. പിന്നെ മുട്ടായി എന്തെങ്കിലും തിന്നാൽ ആ ഗ്ലാസ് ചാടും. അപ്പം അങ്ങനെ രണ്ടാളും ചെറുതല്ല, കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ഞാൻ ഉള്ളെല്ലാം ഒന്ന് അടിച്ച് വരുന്നുണ്ട്. അങ്ങനെ കിച്ചണും കാര്യങ്ങളെല്ലാം അടിച്ച് വാരിച്ച ശേഷം പിന്നെ നമുക്ക് തുടച്ചിടാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ട്. കിച്ചൺ ഇപ്പോൾ ഡെയിലി തുടക്കും, പക്ഷേ ഉള്ളൊന്നും അങ്ങനെ ഡെയിലി തുടക്കുന്നില്ല. ഡീപ്പായിട്ട് നല്ല രീതിക്ക് 2-3 ദിവസം കൂടുമ്പം തുടക്കും. മറ്റേച്ചാൽ പിന്നെ ഡെയിലി ഇങ്ങനെ കച്ചറുണ്ടെങ്കിൽ മാത്രം തുടക്കും കേട്ടോ.
എല്ലാം കഴിഞ്ഞ് റൈസ് കുക്കർ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ചോറിടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ വാർക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചോറെല്ലാം വെന്തോന്ന് നോക്കിയിട്ടാ. അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് കേട്ടോ. പിന്നെ മോനിക്ക് 2-3 ദിവസമായി ഇപ്പോൾ നല്ല പനി. കാരണം ഇപ്പോൾ തണുപ്പലും കാര്യങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പനി ഉണ്ടായിന്. അപ്പോൾ ഞാൻ മോനിക്ക് മരുന്നും കൊടുത്ത്. തണുപ്പെല്ലാം തന്നെയല്ല, അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ പെട്ടെന്ന് പിടിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ മോനിക്കിപ്പം പനിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അപ്പോഴത്തേക്ക് വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം ആയിട്ടുണ്ടായിന് കേട്ടോ അലക്കിയിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ആർത്തിയിട്ടിട്ടാ. പിന്നെ മോനെത്തിയിട്ട് പുറത്തേരം കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാ. അപ്പോൾ മോനിങ്ങനെ വിട്ടാൽ ഓൻ അങ്ങോട്ട് പായി. അപ്പോൾ ഞാനങ്ങനെ മോനെ എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ